ഹമാസിന്റെ മാനസികാവസ്ഥ, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇവിടെയുള്ള ഹമാസ് പ്രേമികളുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും വിജയത്തിൻ്റെതാണ്, ആഹ്ലാദത്തിൻ്റെതാണ്. അവരെല്ലാവരും ഇപ്പോൾ ലാത്തിരി പൂത്തിരി കമ്പിത്തിരിയൊക്കെ പിടിച്ച് കത്തിക്കും. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ഇപ്പോൾ ഇടിയിൽ വന്നതിന് ശേഷം ഹമാസ് ഭയങ്കര ആഹ്ലാദത്തിലാണ്. ആഹ്ലാദമാണോ അത് സ്യൂഡോ ഹാപ്പിനെസ് ആണോ? ചിരിക്കാൻ വയറുളുക്കും എന്ന് പറയുന്ന രീതിയിൽ വയറ് പോയിരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് ഈ ഹമാസ് എന്ന് പറയുന്നത്. ഹമാസിന്റെ അനുകൂലികളായിട്ട് തെരുവുകളിലും ചാനലുകളിലും ഒക്കെ പൊട്ടിയൊലിക്കുന്ന ഹമാനസരുടെയും കാര്യത്തിൽ അവര് വിജയിച്ചു എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. എങ്ങനെയാണ് ആഹ്ലാദിക്കുന്നത്? ചാവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാ കൂടാ ചങ്ങര ചേട്ടാന്നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. മാത്രമല്ല 20ന്റെ പരിപാടി വലിയ തട്ടിപ്പാണ്. ഒരു കാരണവശാലും അതിൽ കയ്യൊപ്പ് ചാർത്തരുത്, ചാർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കത്തിക്കൽ കഴിയും എന്ന് നമ്മുടെ മാധ്യമവും സുപ്രഭാതവും ഒക്കെ ഹമാസ് പോരാളികളെ പലവരും ഓർമ്മിപ്പിച്ചാണ്. മീഡിയ വൺ ചാനലിലാണെങ്കിൽ അടുപ്പൂട്ടി ചർച്ച ചെയ്യുന്ന യോഗ്യന്മാർ. ഇങ്ങനെ ഒരു കരാറൊന്നും ഈ നാട്ടിൽ നടപ്പാവുകയില്ല. ഇതിൽ ഒപ്പിടാൻ പാകത്തിന് ബുദ്ധിശൂന്യരൊന്നുമല്ല ഹമാസിന്റെ പോരാളികൾ, പിന്നെ അല്ലെങ്കിൽ പോരാളികളുടെ നേതാക്കന്മാർ എന്ന് ദാവൂദ് വരെ പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് ഹമാസ് ഇതിൽ തുല്യം ചാർത്തിയത്. അടികളുടെ മുഖത്ത് ഞങ്ങളിനി എങ്ങനെ നോക്കും? അതിന്റെ അർത്ഥം ഹമാസ് തോറ്റു എന്നാണ്. ഇനി ഹമാസ് തോറ്റു എന്ന് ഹമാസ് സമ്മതിച്ചാൽ പോലും നമ്മുടെ ഇവിടെ ഈ മാധ്യമ പ്രവർത്തകർ സമ്മതിക്കില്ല, ദാവൂദ് സമ്മതിക്കില്ല, അജിംസ് സമ്മതിക്കില്ല, ആ ദേശാഭിമാനി പത്രാധിപർ സമ്മതിക്കില്ല, ജോൺ ബ്രിട്ടാസ് സമ്മതിക്കില്ല, അത്രയ്ക്ക് വേണോ സഖാവേ? സാംസ്കാരിക നായകന്മാർ സമ്മതിക്കില്ല. അവരൊക്കെ പറയുന്നത് ഹമാസ് ജയിച്ചു, ഇസ്രായേൽ തോറ്റു എന്നാണ്. മീഡിയ വൺ ആദ്യത്തെ ദിവസം തൊട്ട് പറയുന്നുണ്ട്. ഒക്ടോബർ 7 മുതൽക്ക് തന്നെ അവർ ആവർത്തിച്ച് പറയുന്ന കാര്യം ഇസ്രായേൽ തോറ്റു. ബെഞ്ചമിൻ നെതന്യാഹു ഇനി ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. പുള്ളി വൈകാതെ വിഷം കുടിക്കേണ്ടി വരും. വിഷം കുടിച്ചില്ലെങ്കിൽ സ്വയം വെടിവെച്ച് മരിക്കും എന്നാണ്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഇവിടെ എല്ലാ ഹമാനസരും ഒന്നിക്കുന്നു. ഹമാസിന് ഭയങ്കര വിജയം. ഹമാസിന് എന്തിലാണ് വിജയം, ഏതിലാണ് ഹമാസ് വിജയിച്ചത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എത്ര ഹീനവും നിന്ദ്യവുമാണ് ഈ ഹമാനസം എന്ന് പറയുന്ന മൈൻഡ് സെറ്റ് എന്നുള്ളത് മനസ്സിലാവും. അതൊരു ജന്മം, മനുഷ്യന്റെ രൂപം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ജഗത്താനാ. ഏതായാലും ഈ വെടിനിർത്തൽ ഒപ്പിട്ടതോടുകൂടി ഇതുവരെ പറഞ്ഞ മൊത്തം കാര്യങ്ങളും മാറ്റി. 20ന്റെ പരിപാടി വളരെ പുരോഗമനോന്മുഖമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടിയാലും ഇല്ലെങ്കിലും ഇതോടുകൂടി ഇസ്രായേൽ തോറ്റിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ആപ്പീസ് കൂട്ടിയാണ്. ആ ജൂതന്മാരും ഇനി മിക്കവാറും അവിടെ ഉള്ള സ്ഥലം വിറ്റ് വേറെ എവിടെയെങ്കിലും പോകും എന്നുള്ള ഇവര് പഴയ വായ്ത്താരി ആവർത്തിക്കുക. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഇതിനെ ഹമാസിന്റെ പൂർണ്ണമായ വിജയം എന്ന് പറയുന്നത് കേരളത്തിലെ കുറച്ചു പേർ മാത്രമാണ്. കേരളത്തിലെ ചില ഹമാസികൾ അവർ എക്കാലത്തും ഇസ്രായേലിന്റെ നാശം ആഗ്രഹിക്കുകയും ഇസ്രായേലിന്റെ പരാജയത്തിന് വേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന് അവർ ആവേശത്തോടു കൂടി പറഞ്ഞു നടക്കുന്നത് ഹമാസ് വിജയിച്ചു, ഇസ്രായേൽ തോറ്റമ്പി എന്നാണ്. അങ്ങനെ ഹമാസിന്റെ സമ്പൂർണ്ണ വിജയത്തിൽ ഈ യുദ്ധം അവസാനിച്ചു എന്നാണ് അവർ പറയുന്നത്. ആ കാര്യം ഓർക്കുമ്പോഴേ രോമാഞ്ചം. ഇങ്ങനെ നടക്കാത്ത സ്വപ്നം കണ്ടോണ്ടുകൂടി ഇരുന്നോ? അങ്ങനെ പറയാൻ അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഗസയിലുള്ള എല്ലാ ഹമാസുകാരെയും കൊല്ലാനായിട്ട് ഇസ്രായേലിന് സാധിച്ചില്ല. എല്ലാ കെട്ടിടങ്ങളും ബോംബിങ് തകർന്ന് നാമാവിശേഷമായിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു വിജയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഹമാസിനാണ് ജയം. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? ഈ ഹിസ്ബുള്ളയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഹിസ്ബുള്ള ഒരു കഴിഞ്ഞ മാസം ഈ അടിച്ച് കട്ടയും പടവും മടങ്ങി നിൽക്കുന്ന സമയത്തും ഈ സീസ് ഫയർ വന്നപ്പോൾ ഈ പറയുന്ന ഒരു ലീഡർ ഇറാനിലെ ഏതോ ചാണകക്കുഴിയിൽ ഇരുന്നുകൊണ്ട് പുള്ളി പറഞ്ഞത് ഇത് ഹിസ്ബുള്ളയുടെ വിജയം, ഹൂത്തീസ് പറയുന്നത് ഹൂത്തീസിന്റെ വിജയം. ഇങ്ങനെയും പൊങ്ങച്ചം പറയുന്ന ഒരുത്തെ അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും ഇതുപോലെ. ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. 1 മിനിറ്റ്. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. പിന്നെ ഈ ജയം തോൽവി എന്നൊക്കെ പറഞ്ഞ ഒരു മാനസികാവസ്ഥയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ തോൽക്കുകയും എന്നാൽ വിജയിച്ചായിട്ട് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് വിജയം. ഇത് ഇവരുടെ ഒരു ആത്മരതിയുടെ ഭാഗമാണ്. അങ്ങനെ വലിയ തോതിലുള്ള ആഹ്ലാദമാണ് ഇവർ നടത്തുന്നത്. വാസ്തവത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല എന്നതാണ് സത്യം. അതായത് ഹമാസിന്റെ മാനസികാവസ്ഥ, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇവിടെയുള്ള ഹമാസ് പ്രേമികളുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും വിജയത്തിൻ്റെതാണ്, ആഹ്ലാദത്തിൻ്റെതാണ്. അവരെല്ലാവരും ഇപ്പോൾ ലാത്തിരി പൂത്തിരി കമ്പിത്തിരിയൊക്കെ പിടിച്ച് കത്തിക്കും. കേരളത്തിലൊക്കെയുള്ള ഹമാനസര് വലിയ എന്തോ ഹമാസിന്റെ വിജയം, ഇത് ഹമാസിന്റെ വിജയം എന്നാണ് അവർ പറയുന്നത്.
അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്, യാതൊരു സംശയമില്ല. ഇത് ഹമാസിന്റെ വിജയം തന്നെയാണ്. കാരണം എന്തായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം? ഇസ്രായേലിനെ ആക്രമിക്കുക. ഹമാസിന് അറിയാം ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ഇങ്ങോട്ട് വരും, കൂട്ടക്കൊല നടത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ നല്ല രീതിയിൽ തിരിച്ചടിക്കും. അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അവർക്കൊരു ലക്ഷ്യം, ഒന്ന് ഇസ്രായേലിനെ അവിടെ വരുത്തുക. അതിൽ അവർ വിജയിച്ചു. ഇസ്രായേലിനെ കൊണ്ട് ബോംബ് ഇടിയിപ്പിച്ചും വെടിവെച്ചും ആളുകളെ കൊണ്ട് പലായനം ചെയ്യിച്ചും ഗാസൻ ജനതയ്ക്ക് ഒന്നാം തരം ദുരിതം സമ്മാനിക്കുക, 10,000-ങ്ങളെ കൊന്നൊടുക്കുക. മുടങ്ങാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ കാരമുള്ളിന്റെ കിരീടവും ചൂടി നാം തേടി നടന്നത് സൗഖ്യമോ മൃത്യുവോ? ഈ ജനങ്ങളെ ഒരു ഹ്യൂമൻ ഷീൽഡായിട്ട് ഉപയോഗിക്കുക, അവർക്ക് കിട്ടുന്ന ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊള്ളയടിച്ച് ഞഞ്ഞമടിക്കുക. ഇങ്ങനെയുള്ള കുറേയധികം ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ ഗാസൻ ജനതയുടെ മുഴുവൻ ജീവിത സൗകര്യങ്ങളും നശിപ്പിക്കുക. അതും ഹമാസിന്റെ ലക്ഷ്യമായിരുന്നു. നാട്ടുകാരുടെ നന്മ അതേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം. ഈ ഹമാസിന്റെ എല്ലാ ലക്ഷ്യവും ഏറെക്കുറെ നിറവേറ്റിയിട്ടുണ്ട്, അല്ലെ നിറവേറ്റി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹമാസിന്റെ വിജയമാണെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇസ്രായേലിനെ ഇല്ലാതാക്കി ഇസ്രായേലിന്റെ ഭൂപ്രദേശം കൂടി പിടിച്ചെടുത്ത് ജെറുസലേം തലസ്ഥാനമാക്കി ഫലസ്തീൻ സ്ഥാപിക്കുമെന്ന് പറഞ്ഞാണ് ഇക്കണ്ട കാലയളവിൽ അവർ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയത്. ഹമാസിന്റെ അനുകൂലികളായിട്ട് തെരുവുകളിലും ചാനലുകളിലും ഒക്കെ പൊട്ടിയൊലിക്കുന്ന ഹമാനസറുടെയും കാര്യത്തിൽ അവര് വിജയിച്ചു എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. ചുമ്മാ പുകയും മരുന്ന് അടിച്ചു കിട്ടിയ ധൈര്യത്തിൽ ഡയലോഗ് ഇടല്ലേ? അതിന് മാത്രമുള്ള ദാദാഗിരി ഒന്നും ഉണ്ടായില്ല. ഇതൊന്നും വളർന്നിട്ടില്ല. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അവസാനമായി, സൈനിസത്തിന്റെ അവസാനമായി എന്ന് അക്കാഡമിക്സ് ഇസ്രായേൽ എഴുതി തുടങ്ങി. എന്നിട്ട് ഒടുവിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് ഇസ്രായേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് പോലും വിട്ടുകൊടുക്കാം എന്നീ കരാറിലില്ല. എന്തിനേറെ ജെറുസലേമിന്റെ കാര്യത്തിൽ ഒരു ധാരണയുമില്ല. അത് പോട്ടെ, ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കും എന്ന് പോലും ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. തടവിലായിരിക്കുന്ന മുഴുവൻ ഇസ്രായേലുകാരെ വിട്ടുകൊടുക്കുക, പകരം കുറെ ഫലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കുക എന്നതല്ലാതെ ഇക്കരാറിൽ മറ്റൊന്നുമില്ല. ഇത് പൂർണ്ണമായും ഹമാസിന്റെ തോൽവിയാണ്. ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയവരുടെ തോൽവിയാണ്. ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു. ഹമാസിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇസ്രായേലിന്റെ വൻ പരാജയമാണ്. ബന്ദികളെ ഇതുവരെ കണ്ടുപിടിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. ഒരു ബന്ദിക്ക് എത്ര പ്രിസണേഴ്സിനെയാണ് കൊടുക്കുന്നത്? ഇതൊക്കെ ഭയങ്കര ഷെയിമാണ്. ചേട്ടാ, ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ല. എടാ മണ്ടന്മാരെ, ഹമാസിന്റെ കൈവശമിരിക്കുന്ന തടവുകാരെ വിട്ടുകിട്ടിയാൽ പിന്നെ ഇസ്രായേൽ തന്നിറം കാണിക്കും എന്ന് ഇവർക്കറിയാത്തത് കൊണ്ടല്ല. വരാൻ പോകുന്ന കൂത്ത് നേരത്തെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. കർത്താവേ, അങ്ങനെയാണ് എന്റെ കാര്യം പോക്ക. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. അങ്ങനെ പെരുന്നാൾ അല്പം നേരത്തെ വന്നൊരു പ്രതീതിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. മിക്കവാറും ഉച്ചയ്ക്ക് ജുമാ നമസ്കാരം കഴിഞ്ഞ് വിശ്വാസികൾ, ഏറ്റവും കുറച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാരെങ്കിലും തെരുവിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നത് നമ്മൾ കാണേണ്ടി വരും. നമുക്ക് ആഘോഷിക്കലടാ, കലക്കി പൊളിക്കാം. അങ്ങനെ ഒരു കാഴ്ച കാണാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഇവരുടെ വിജയാഹ്ലാദത്തിൽ ഞാനും പങ്കുചേർന്നു. ഇതുപോലുള്ള വിജയങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ വളരെ ബോറായി പോകും. കേരളത്തിൽ ഇപ്പോൾ ഈ ശശി എന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു കോമഡി സെറ്റപ്പാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹമാസുകാരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഇത്ര വലിയ യുദ്ധം നടത്തി വിജയിച്ച ആളുകളാണ്. ഭയങ്കരമായ ആള്. അവരുടെ നേതാക്കന്മാർ പലരും മരിച്ചു. അവരെ അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരുമായ നാട്ടുകാർക്ക് വലിയ ദ്രോഹം ഉണ്ടായി. എങ്കിൽ പോലും ഇസ്രായേലിനെതിരെ ഇത്ര വലിയ യുദ്ധം ചെയ്ത് ഇതുപോലെ വമ്പിച്ച വിജയം നേടിയ ഒരാളെ ഒരു കൂട്ടരെ നമ്മൾ അഭിനന്ദിച്ചില്ലെങ്കിൽ അത് മൊത്തത്തിലൊരു കുറവായി പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ആക്കല്ലേ, തൊഴിൽ രഹിതരെ ആക്കല്ലേ.